ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ഗോതമ്പ് പൊടി 1-2 സ്പൂണ് തേങ്ങയും മിക്സിയിൽ കറക്കി നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തേ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയും ഇച്ചിരി തേങ്ങയും കൊണ്ടുള്ള ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിലിട്ട റെസിപ്പി ഉണ്ടാക്കിയെടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. രാവിലെയൊക്കെ നമ്മൾ വിചാരിക്കല്ലേ എന്താ ഉണ്ടാക്കുക, അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടി പിന്നെ തേങ്ങ ചോറൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഇതിലേക്ക് ഞാനിതാ 4 സ്പൂണ് ചോറാട്ടോ. ബാക്കി വന്ന ചോറോ ഏതാ നമ്മളെ കയ്യിൽ ചോറുള്ള അതിൽ നിന്ന് 4 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിതാ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുറച്ചൊരു 1/4 ടീസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് ബേക്കിംഗ് സോഡ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 സ്പൂണ് റവയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നന്നായിട്ട് നല്ല ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റവയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസാവരുത്, ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആവരുത്. ആ ഒരു രീതിയിലായിട്ട് വെള്ളം നമ്മൾ ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കറക്കി എടുക്കാനുള്ളതാണ്. കണ്ടില്ലേ, ഈ ഒരു അളവിലായിട്ട് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തന്നെ ഞാൻ മിക്സിൻ്റെ ജാറെടുത്തിന് ഈ മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് കറക്കിയെടുക്കാൻ പോവാണ്. അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. മാവ് കട്ടിയായി എന്ന് കണ്ടാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഞാനിതാ 2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു അങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. രാവിലെയൊക്കെ നമ്മൾ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ട അടിപൊളിയാണ്. ഈ ഒരു മാവ് കൊണ്ട് 2 രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം 2 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ. ജാറ് കേക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. ഇനി ഞാനിതാ ഒരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഞാൻ നല്ലൊരു കിടിലൻ ചട്ടിനിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചെറിയ മിക്സിൻ്റെ ജാറെടുത്തിനേക്ക് വലിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഇതാ ചെറിയൊരു സവാള പീസ് അരിഞ്ഞതും കുറച്ച് വറ്റൽമുളക്, ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ലേശം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. അങ്ങോട്ട് അരച്ച് വെച്ചാണ്. ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കടുകും ഇട്ട് കൊടുത്തതിന് അതങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ ഒരു മിശ്രിത ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിക്കുക കേട്ടോ. വെറും 2 മിനിറ്റ് മതി ഈ ഒരു ചട്ടിനി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പത്തിനും ചപ്പാത്തിക്കും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിനും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. കട്ടിയിലാണെങ്കിൽ അങ്ങനെ ആയാലും പ്രശ്നമില്ലേ. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. എരിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അന്നേരം ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനെന്തായാലും ആ ഒരു മുളക് പൊടി പാകമായിട്ട് തന്നെ കിട്ടിയിന് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കിടിലൻ ചട്ടിനി റെഡി ആയിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോഴേക്കും നമ്മളെ മാവുത ഏകദേശം ഒരു 3 മണിക്കൂറോളമൊക്കെ ആയിന് കേട്ടോ. കണ്ട നന്നായിട്ട് പൊങ്ങി കിട്ടീനെ. അങ്ങനെ ബേക്കിംഗ് സോഡ കുറച്ചിട്ട് കൊടുത്ത് 3 മണിക്കൂർ കൊണ്ട് തന്നെയാണല്ലോ പൊങ്ങി കിട്ടിയത്. തലേന്ന് രാത്രിയൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പച്ചട്ടിയുടെ അടുപ്പത്ത് വെച്ചത് അടിപൊളി ടേസ്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഏകദേശം ചൂടായതിന് ശേഷം ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പാലപ്പായിട്ട് നമ്മളിതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന. അടുത്തതും ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എളുപ്പമാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പാലപ്പം കിട്ടും. ഗോതമ്പ് പൊടി ഉണ്ടോടെ ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല, അത്ര ടേസ്റ്റാണ്. ആ ഒരു റവ ഒക്കെ ഇതിലേക്ക് ചെന്നപ്പോൾ കുറച്ച് നെരിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റും കൂടി സമയം വെച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു മാവ് കൊണ്ട് വേറെ രീതിയിൽ ഞാനിതാ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മസാല ദോശ ഒക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിലായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ഇരുമ്പും ചട്ടി അടുപ്പത്ത് വെച്ചിന്. നന്നായിട്ട് ചൂടായതിന് ശേഷം തീ കുറച്ച് കൊടുക്കണേ. ഇതുപോലെ ഇതാ ജസ്റ്റ് ഒന്നങ്ങോട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ഏതായാലും പ്രശ്നമല്ലേ, ഇതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്നിട്ട് 1 മിനിറ്റോളം മൂടി വെച്ചാൽ നമ്മളെ കിടിലം മസാല ദോശ ഒക്കെ ഉണ്ടാക്കണതിലോ ദോശ റെഡി ആയിന്. ഇനി കുറച്ച് മസാല ഒക്കെ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് രസം. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു നെരിച്ചിലോട് കൂടി തന്നെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, 2 മിനിറ്റോളം ഈ ഒരു ചട്ടിയിൽ വെച്ചതിന് ശേഷമായിട്ട് നമ്മൾ ഈ ഒരു നല്ല നെരിച്ചിലോട് കൂടിയിട്ടുള്ള മസാല ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശ ഇതാ റെഡി ആയിന്. തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റിൽ തന്നെ ഈ മാവ് കിട്ടും. പിറ്റേന്ന് രാവിലെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. ഇതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.